സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിക്കു യോഗ്യനവൻ, സർവശക്തൻ യഹോവയവൻ. സ്തുതിക്കു യോഗ്യനവൻ, സർവശക്തൻ യഹോവയവൻ. നമ്മെ സ്നേഹിച്ചു, നമ്മെ വീണ്ടെടുത്തു, നമ്മെ സ്നേഹിച്ചു, നമ്മെ വീണ്ടെടുത്തു. സ്വന്ത ജനമായി തീർത്തതിനാ, സ്വന്ത ജനമായി തീർത്തതിനാ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. യോജിക്കു വൈദ്യനവൻ, സർവശക്തൻ യഹോവയവൻ. യോജിക്കു വൈദ്യനവൻ, സർവശക്തൻ യഹോവയവൻ. സൗഖ്യം നൽകീത ശക്തിയേകിടും, സൗഖ്യം നൽകീത ശക്തിയേകിടും. ഇന്നും ആശ്വാസം പകരുമവൻ, ഇന്നും ആശ്വാസം പകരുമവൻ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സേനകളിൻ നായകൻ, സർവശക്തൻ യഹോവയവൻ. സേനകളിൻ നായകൻ, സർവശക്തൻ യഹോവയവൻ. അവൻ മുൻപിലും അവൻ പിൻപിലും, അവൻ മുൻപിലും അവൻ പിൻപിലും. നമ്മെ ജയത്തോട് നടത്തിയിടുമേ, നമ്മെ ജയത്തോട് നടത്തിയിടുമേ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. രാജാധിരാജനവൻ, സർവശക്തൻ യഹോവയവൻ. രാജാധിരാജനവൻ, സർവശക്തൻ യഹോവയവൻ. സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും, സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും. അവനെന്നെന്നുമാമേ, അവനെന്നെന്നുമാമേ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സേനകളിൻ നായകൻ, സർവശക്തൻ യഹോവയവൻ. സേനകളിൻ നായകൻ, സർവശക്തൻ യഹോവയവൻ. അവൻ മുൻപിലും അവൻ പിൻപിലും, അവൻ മുൻപിലും അവൻ പിൻപിലും. നമ്മെ ജയത്തോട് നടത്തിയിടുമേ, നമ്മെ ജയത്തോട് നടത്തിയിടുമേ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11:23 വാക്യം. ആരെങ്കിലും അവനോട് സഖ്യത ചെയ്താൽ അവൻ വഞ്ചന പ്രവർത്തിക്കും. അവൻ പുറപ്പെട്ട് അല്പം പടജ്ജനവുമായി വന്ന് ജയം പ്രാപിക്കും. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. സഖ്യതയും വഞ്ചനയും ശ്രദ്ധിക്കുക എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, ദൈവത്തിന് വളഞ്ഞ വഴികളില്ല, നേരായ വഴികൾ മാത്രമേ ഉള്ളൂ. തന്ത്രങ്ങൾ ഉപയോഗിച്ചല്ല ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. സാത്താനാണ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ദൈവമക്കൾ പൈശാചിക തന്ത്രങ്ങൾക്കെതിരെ എപ്പോഴും
ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. അവൻ്റെ തന്ത്രങ്ങളിൽ ഒന്നാണ് വഞ്ചന എന്നത്. പിശാച് വഞ്ചിക്കുന്നവനാണ്. വഞ്ചനയിൽ കൂടിയല്ലാതെ അവൻ ആരെയും നശിപ്പിക്കാനാവില്ല. പിശാചിൻ്റെ ആയുധങ്ങളിൽ ഇന്നും മൂർച്ച കുറയാത്ത ഒരായുധമാണ് വഞ്ചന. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടുകൾ എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വളരെയേറെ ശ്രദ്ധേയമാണ്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച് എന്നുള്ളൊരു പദപ്രയോഗമാണ് താൻ പിശാചിൻ്റെ തന്ത്രത്തെക്കുറിച്ച് ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മനുഷ്യനെ അവൻ്റെ ദൈവിക കൂട്ടായ്മയിൽ നിന്ന് തെറ്റിക്കുക, അവൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുക, അവൻ്റെ ബന്ധങ്ങളിൽ നിന്ന് തെറ്റിക്കുക, അവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തെറ്റിച്ചു കളയുക, അവൻ്റെ വിശുദ്ധിയിൽ നിന്ന് വീഴിക്കുക, അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവനെ തെറ്റിച്ചു കളയുക, അവൻ്റെ പ്രത്യാശയിൽ നിന്ന് അവനെ തകർത്ത് കളയുക തുടങ്ങി സകലത്തിൽ നിന്നും, അവൻ്റെ ആത്മീകമായ സകല ക്രമീകരണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും അവനെ, ആ മനുഷ്യനെ തെറ്റിച്ച് കളയുക എന്നത് പിശാചിൻ്റെ ലക്ഷ്യമാണ്. അതിന് അവൻ ഉപയോഗിക്കുന്നത് വഞ്ചന എന്ന തന്ത്രമാണ്. ഒന്നാമത്തെ അവൻ്റെ വഞ്ചന ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വമാരുടെ നേരെയുള്ളതായിരുന്നു. അതിൽ അവൻ വിജയിച്ചു. തുടർന്ന് അവൻ ഒരു ജയാളിയെപ്പോലെ വിഹരിച്ചു വരികയായിരുന്നു. മനുഷ്യനിൽ അവൻ ആധിപത്യം ഉറപ്പിച്ചു പോന്നു. അതിലവൻ വിജയിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഒടുക്കത്തെ ആദാമിൽ കൂടി അവൻ ഉറപ്പിച്ചിരുന്ന ആധിപത്യം തകർന്നുപോയി. യേശുക്രിസ്തുവിൻ്റെ പരീക്ഷയുടെ ദിനങ്ങളിൽ മാനവരാശിക്ക് വേണ്ടി, മനുഷ്യൻ്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിൽ മനുഷ്യൻ നേരിട്ട് കൊണ്ടിരുന്ന പരീക്ഷകളുടെ ആകത്തുകയായ 3 പരീക്ഷകളെയും, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ള 3നെയും ഒരു തന്ത്രവും കൂടാതെ നേരായ വഴിയിൽ കൂടി ദൈവവചനം ഉപയോഗിച്ച് ജയിച്ചു. അതോടുകൂടി പിശാചിൻ്റെ വഞ്ചനയ്ക്ക് ഭൂമിയുടെ പരപ്പിൽ ആധിപത്യം തകർന്നു തുടങ്ങി. അവൻ ആധിപത്യം വെച്ച് പുലർത്തിയിരുന്ന മേഖല തകർന്നു തുടങ്ങി. അവൻ്റെ നിലനിൽപ്പ് പ്രശ്നത്തിലായി തുടങ്ങി. തന്ത്രങ്ങളുടെ രാജാവ് തകർക്കപ്പെട്ടു തുടങ്ങി. കാൽവറിയിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് അവൻ്റെ തകർച്ച പൂർണ്ണമായി, അവൻ്റെ ആധിപത്യം നഷ്ടപ്പെട്ടു. വഞ്ചന ഭയന്നിരുന്ന മനുഷ്യൻ പിശാചിൻ്റെ വഞ്ചനയെ എതിർത്തു തുടങ്ങി. അവൻ്റെ തന്ത്രങ്ങൾക്ക് മുൻപിൽ പതറാതെ പോരാടി നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവൻ പ്രാപ്തനായി. പ്രിയരെ, നാം അവൻ്റെ വഞ്ചനയുടെ മുൻപിൽ ഒരിക്കലും പതറിപ്പോകരുത്. മറിച്ച് വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും നാം അവൻ്റെ തന്ത്രങ്ങളെ എതിർത്തു നിൽക്കണം. നാം ആത്മാവിൽ ഉണർന്നിരിക്കണം. വഞ്ചന എന്ന തന്ത്രത്തിൽ കൂടിയല്ലാതെ അവന് നമ്മെ തെറ്റിച്ച് കളയാനാവുകയില്ല. നമ്മിൽ നിന്നും വിലയേറിയത് അവന് കവരാനാകില്ല. നാം വിജയികളായി കർത്താവിന് വേണ്ടി ധൈര്യമായി നിൽക്കണമെങ്കിൽ അവൻ്റെ വഞ്ചനയെ നാം തിരിച്ചറിയണം. വഞ്ചനയുടെ തന്ത്രം ഇന്നും അവൻ പുറത്തെടുക്കാറുണ്ട്. അതിലവൻ ഇന്നും മിടുക്കനാണ്. അവൻ അതിന് നമ്മുടെ ആത്മീക നിലവാരത്തെ തന്നെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീക നിലവാരത്തിനൊത്ത് ഉള്ള തന്ത്രം എടുക്കുവാൻ അവൻ അറിയാം. ഒരു വിശുദ്ധൻ്റെ മുൻപിൽ വിശുദ്ധിയുടെ വേഷമണിഞ്ഞ് വരുവാൻ അവന് കഴിയും. അത് നാം മറന്നു പോകരുത്. വളരെ സൂക്ഷ്മതയോടെ നാം ആയിരിക്കണം. ഒരു വിശുദ്ധൻ്റെ മുൻപിൽ അവൻ വിശുദ്ധിയുടെ വേഷം അണിഞ്ഞേ എത്തുകയുള്ളൂ. വേണമെങ്കിൽ വെളിച്ചദൂതൻ്റെ വേഷം അവനെടുക്കും. വേഷം മാറി വരുവാൻ കഴിയുന്നവന് വിശുദ്ധൻ്റെ ഭാഷ ഉപയോഗിക്കുവാനാകും എന്നുള്ള ഒരു അറിവ് കൂടെ നമ്മിൽ എപ്പോഴും ഉണർന്നു നിൽക്കണം. ഭാഷ മാറി വരുവാൻ അവൻ ശ്രമിക്കുമെന്നത് ദൈവമക്കളോട് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചെങ്കിലേ ദൈവമക്കളെ അവൻ്റെ വരുതിയിലാക്കുവാനാകൂ എന്നവൻ അറിയാം എന്നുള്ളത് കൊണ്ടാണ്. വചനം എടുക്കേണ്ടപ്പോൾ അവൻ വചനമെടുക്കും. പ്രവാചക ഭാഷയിലും
പ്രവാചക രീതിയിലും അവൻ സംസാരിക്കേണ്ട നേരത്ത് പ്രവാചക വേഷവും പ്രവാചക ഭാഷയും പ്രവാചക ശൈലികളും അവനെടുക്കും. അവൻ എന്തിനും തയ്യാറാണ്. എന്തിനെന്നോ? വിശുദ്ധിയിലും വേർപാടിലും ദൈവിക ദർശനത്തിലും ദൈവമക്കൾ നിലനിൽക്കരുത് എന്നുള്ളൊരു കാര്യത്തിൽ കൂടപ്പുറപ്പെടും. നമ്മുടെ നിർബന്ധമായിരിക്കണം, നമ്മുടെ ലക്ഷ്യമായിരിക്കണം, ഞാൻ വിശുദ്ധിയിൽ നിലനിർത്തപ്പെടും, ഞാൻ വേർപെട്ട ആരാധനയിൽ നിലനിൽക്കപ്പെടും, ഞാൻ എൻ്റെ ദൈവിക ദർശനത്തിൽ, എനിക്ക് വേണ്ടി ദൈവം പകർന്നിരിക്കുന്ന ദർശനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. പ്രിയരെ, ഇന്ന് സാത്താന്റെ പ്രവർത്തന വിധങ്ങൾ എങ്ങനെയുള്ളത് എന്ന് നാം തിരിച്ചറിയണം. ഇന്നത്തെ ആത്മീയ കോണത്തിലേക്ക് കണ്ണുയർത്തി നോക്കുക. വേഷം മാറിയാലും ഭാഷ മാറിയാലും ശൈലി മാറിയാലും ഏതു രീതിയിലായാലും പ്രമാണമുള്ള, സമർപ്പണമുള്ള, വിളിയുള്ള, തിരഞ്ഞെടുക്കപ്പെട്ട, ദർശനമുള്ള, വിശുദ്ധിയുള്ള, വിശ്വസ്തതയുള്ള ഒരു വിശ്വാസിയെ വഞ്ചിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രതിയോഗിയായ പിശാചിൻ്റെ ഏക ലക്ഷ്യവും തന്ത്രവും. നാം അവനുമായി ഒരു നിലയിലും സഖ്യത ചെയ്യുന്നവരാകരുത്. അവനുമായിട്ട് ഒരിക്കലും നമുക്കൊരു കോംപ്രമൈസും ഉണ്ടാകരുത്. ഭൗതിക വിഷയങ്ങളിൽ തന്ത്രം ഉപയോഗിച്ച് ഭക്തരെ അവൻ സഖ്യത ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സഖ്യത ചെയ്യുന്നവരെ അവൻ വഞ്ചിക്കുന്നു. യേശുക്രിസ്തുവിനെ അവൻ സഖ്യത ചെയ്യുവാൻ പ്രലോഭിപ്പിച്ചു എന്നുള്ള കാര്യം സുവിശേഷ ഭാഗങ്ങൾ കൂടി നമുക്ക് വായിക്കുവാൻ, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു അതിനെയെല്ലാം ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് അവൻ്റെ തലയെ ചവിട്ടി തകർക്കുവാനും ഇടയായി. ഇതുപോലെ തന്നെ പ്രിയരെ, നാമും അവൻ്റെ സഖ്യതയുടെ തന്ത്രം, അവൻ്റെ പ്രലോഭനം നാം തിരിച്ചറിയുകയും അതിനെ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. നമുക്ക് നേരെ വരുന്ന പോരാട്ടത്തെയും സഖ്യതയുടെ തന്ത്രങ്ങളെയും നമുക്ക് മനസ്സിലാക്കുവാനും അതിനെ തകർക്കുവാനും നമുക്ക് കഴിയും. എന്നാൽ മറഞ്ഞിരുന്നു കൊണ്ടുള്ളതിനെ ഒഴിഞ്ഞു മാറണമെങ്കിലും തകർത്ത് കളഞ്ഞ് ജയിക്കണമെങ്കിലും പ്രിയരെ, നാം അത് ആത്മാവിൽ തിരിച്ചറിയുകയും നാം ആത്മാവിൽ ഒരുക്കമുള്ളവരായും ഉണർന്നിരുന്നാലും മാത്രമേ കഴിയുകയുള്ളൂ. ആത്മീയ ജീവിതത്തിൽ നാം ഉണർന്നിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതിന് നമുക്ക് ഏവർക്കും ഇടയാകണം. അതിന് നമുക്ക് ഇടയാകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ. ആകയാൽ ആ സഹായം നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തോട് ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസം ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനത്തിലെ മുന്നറിയിപ്പുകൾ കേൾക്കുവാനും ആ വചനം ധ്യാനിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. അപ്പോൾ ഒരിക്കലും പിശാചുമായിട്ട് സഖ്യതയിൽ ഏർപ്പെടുവാൻ, അവൻ്റെ പണിയാളുകളുമായി സഖ്യതയിലാകുവാൻ, അവനുമായിട്ട് കോംപ്രമൈസിൽ ഏർപ്പെടുവാൻ ഞങ്ങൾക്ക് ആർക്കും ഇടയാകരുതേ. പിശാചിൻ്റെ സഖ്യതയും വഞ്ചനയും ശ്രദ്ധിച്ച് അതിനെ ഒഴിഞ്ഞിരിക്കുവാൻ, അതിനെ തകർത്തു കളയാൻ, ആത്മാവിൽ വളരുവാൻ, ആത്മാവിൽ നിലനിർത്തപ്പെടാൻ, ഞങ്ങൾക്കുള്ള ദൈവിക ദർശനത്തിൽ, ഞങ്ങളുടെ വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ, ഞങ്ങളുടെ ആരാധനയിൽ നിലനിർത്തപ്പെടാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അതിനുള്ള കൃപ ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടാനും നിലനിർത്തപ്പെടുവാനും കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഉപകരിക്കപ്പെടുവാൻ ഇടയാകണമേ. ഇന്ന് പകലിൽ ഞങ്ങളോട് സംസാരിച്ചാട്ട് ഇന്നിൻ്റെ വിടുതലുകളും അനുഗ്രഹങ്ങളും അങ്ങയിൽ നിന്ന് പ്രാപിച്ച് അനുഭവിപ്പാനും എല്ലാവരെയും സഹായിക്കണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവേ, സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. അവൻ
രാജനവൻ സർവശക്തൻ യഹോവയവൻ സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും അവനെന്നെന്നുമാമേ അവനെന്നെന്നുമാമേ സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം സേനകളിൻ നായകൻ സർവശക്തൻ യഹോവയവൻ സേനകളിൻ നായകൻ സർവശക്തൻ യഹോവയവൻ അവൻ മുൻപിലും അവൻ പിൻപിലും അവൻ മുൻപിലും അവൻ പിൻപിലും നമ്മെ ജയത്തോട് നടത്തിയിടുമേ നമ്മെ ജയത്തോട് നടത്തിയിടുമേ സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം